നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൽ. വിശദമായ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ അദാനി പോർട്സിനെ അതൃപ്തി അറിയിച്ച സർക്കാർ നിക്ഷേപം നടത്തുന്ന വിവരം അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ല. അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി അദാനിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഓഹരി കൈമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷം എതിർപ്പ് ശക്തമാക്കിയതിന് പിന്നാലെയാണ് അദാനി പോർട്സിനെ സർക്കാർ എതിർപ്പ് അറിയിച്ചത്. നിക്ഷേപം നടത്തുന്ന വിവരം അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ല. അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും സർക്കാർ വ്യക്തമാക്കി. BJP ഭരിക്കുന്ന സംസ്ഥാനം പോലെ കേരളത്തിൽ അദാനി സൂപ്പർ പവർ അല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അദാനി എന്താ സൂപ്പർ ഗവൺമെന്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? തുറമുഖ നടത്തിപ്പിനായി രൂപീകരിച്ച കമ്പനിയിലേക്ക് ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC നടത്തിയ നിക്ഷേപം സംസ്ഥാന താൽപര്യത്തിന് എതിരാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. കരാർ ലംഘനത്തിന് നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ നിയമപരമായ മാർഗം ആലോചിക്കുമെന്നും പ്രതിപക്ഷം നിലപാടെടുത്തു. നിക്ഷേപത്തിനെതിരെ LDF നിലപാട് സ്വീകരിച്ചതോടെ CPIM മുഖപത്രമായ ദേശാഭിമാനി മലക്കം മറിഞ്ഞു. നിക്ഷേപത്തെ LDFന്റെ ദീർഘവീക്ഷണമെന്ന് ഇന്നലെ പ്രശംസിച്ച ദേശാഭിമാനിയുടെ ഇന്നത്തെ വാർത്ത വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയെന്നാണ്. 24 തിരുവനന്തപുരം. രാജിവെച്ചെന്ന മുൻ പരസ്യ പ്രസ്താവന തിരുത്തി നടി ശ്വേതാ മേനോൻ. രാജിവെച്ചിട്ടില്ലെന്നും നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിച്ചത് ചട്ടവിരുദ്ധമായിട്ടാണെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. രാജി പ്രഖ്യാപിച്ചവർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് അഡ്ഹോക് കമ്മിറ്റി കൺവീനർ രമേശ് പിഷാരടി. ഇതിനിടെ ജയൻ ചേർത്തല, കൈലാഷ് എന്നിവർ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ നിലവിൽ ഔദ്യോഗികമായ രാജി അറിയിച്ചിട്ടില്ല. ഭരണസമിതി രാജിവെച്ചാൽ തന്നെ അഡ്ഹോക് സമിതി രൂപീകരിക്കാൻ അമ്മ ബൈലോയിൽ പറയുന്നുമില്ല. ഭരണസമിതി രാജി നൽകാത്തതിനാൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാനാകും. ഇതിനിടയിലാണ് താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിരപരാധിത്വം തെളിയിക്കാതെ താൻ പടിയിറങ്ങില്ലെന്നും ശ്വേതാ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ജനറൽ ബോഡി യോഗത്തിൽ താൻ രാജിവെക്കണമെന്ന മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായി ചിലർ എത്തിയെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ജനറൽ ബോഡി യോഗത്തിന് ശേഷം രൂപീകരിച്ച അഡ്ഹോക് സമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നിരുന്നു. സംഘടനയുടെ ബൈലോയിൽ അഡ്ഹോക് സമിതി എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ലെന്നും സംഘടനയുടെ അന്തിമ തീരുമാനം ജനറൽ ബോഡിയുടേതാണെന്നും രമേശ് പിഷാരടി. ഒരു ജനറൽ ബോഡിയിൽ വെച്ച് ഒരു സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഈ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുക, സംഘടന പൂട്ടാൻ പറ്റുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ഷൻസ് ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരത്രത്തിൽ ഇറങ്ങി പോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യപ്രകാരം ഒരു സ്പെഷ്യൽ കമ്മിറ്റി, നിങ്ങൾ അഡ്ഹോക് കമ്മിറ്റി എന്നോ സ്പെഷ്യൽ കമ്മിറ്റി എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. ഇതിനിടെ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അൻസിബ ഹസൻ കോടതിയെ സമീപിച്ചു. തന്നെ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് അൻസിബ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. 24 കൊച്ചി. അയോധ്യയിലെ തന്റെ സേവനം അവസാനിച്ചെന്ന് രാമക്ഷേത്രം ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും VHP ഉപാധ്യക്ഷനുമായ ചമ്പത് റായ്. വിശ്വസിച്ചവരാൽ വഞ്ചിക്കപ്പെട്ടെന്നും ഈ കളങ്കവുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും ചമ്പത് റായ് പറഞ്ഞു. അതേസമയം ചമ്പത് റായ്ക്കെതിരെ ആരോപണവുമായി അറസ്റ്റിലായ പ്രതി ടിന്നു യാദവിന്റെ സഹോദരൻ രംഗത്തെത്തി. അയോധ്യയിലെ ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വിശ്വസിച്ചവരാൽ വഞ്ചിക്കപ്പെട്ടുവെന്നും ഈ കളങ്കവുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്. കേസിൽ ചമ്പത് റായ്ക്കും പങ്കുണ്ടെന്ന് അറസ്റ്റിലായ ടിനു യാദവിന്റെ സഹോദരൻ ദിനേശ് യാദവ് ആരോപിച്ചു. ഉന്നതരെ സഹായിക്കുന്നതിനായി തന്റെ സഹോദരനെ ബലിയാടാക്കിയെന്നും ദിനേശ് യാദവ് പറഞ്ഞു. ക്ഷേത്രത്തിൽ നടന്ന നിയമനങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉയർന്നിരുന്നു. 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ സംഘം പരിശോധിക്കും. 11 ഗ്രാം സ്വർണം,
375 ഗ്രാം വെള്ളി എന്നിവയ്ക്ക് പുറമെ 1121 US$ അന്വേഷണ സംഘം പ്രതികളിൽ നിന്ന് കണ്ടെത്തി. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അയോധ്യയിലേത് രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമെന്ന KC വേണുഗോപാൽ. രാജ്യത്തിലെ ഏറ്റവും വലിയൊരു കുംഭകോണം നടന്നിരിക്കുന്നത്, ഒരു ടെമ്പിൾ കുംഭകോണം നടന്നിരിക്കുന്നത് ഇപ്പം അയോധ്യയിൽ നടന്നിരിക്കുകയാണ്. ഈ കൊള്ള നടത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് ട്രസ്റ്റ് നടപടികളെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൊള്ള ചെയ്ത പ്രമാണിമാരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ജോലിയാണ് BJPയും മോഡി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാന കുറ്റവാളികളെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങിയെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. मोदी जी हैं, मोदी जी किसी को छोड़ेंगे नहीं, मोदी जी किसी को बख्शेंगे नहीं. मोदी जी ने पूरे मामले को रफा दफा करने, उसको ढकने और दोषियों को बचाने में कोई कसर नहीं छोड़ी है. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർക്കെതിരെ ഫൈസാബാദ് ബാർ അസോസിയേഷൻ പോലീസിൽ പരാതി നൽകി. 24 ഡൽഹി. വീണ്ടും വാർത്തകളിലേക്ക്. വെടിക്കെട്ട് ഒഴിവാക്കി വീട് നിർമ്മിക്കാനുള്ള ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ആഹ്വാനം യാഥാർത്ഥ്യമാക്കി പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയപള്ളി. 60 ദിവസം കൊണ്ട് നിർധനരായ കുടുംബത്തിന് വീട് വെച്ച് നൽകി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളികളിലെ ആഘോഷങ്ങളിൽ വെടിക്കെട്ട് ഒഴിവാക്കണമെന്ന് സഭാ അധ്യക്ഷൻ ആഹ്വാനം ചെയ്തിരുന്നു. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ആഹ്വാനം ഏറ്റെടുക്കാൻ പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളിക്ക് മടിയുണ്ടായിരുന്നില്ല. പള്ളിയിലെ പെരുന്നാൾ ആഘോഷത്തിന് വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കി നിർധനരായ കുടുംബത്തിന് വീട് വെച്ച് നൽകി. 60 ദിവസങ്ങൾ കൊണ്ടായിരുന്നു വീട് നിർമ്മിച്ചത്. പള്ളിയിലെ ലോക പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെയായിരുന്നു ഭവന നിർമ്മാണം. പള്ളിയിലെ ഇടവകക്കാരായ വയോധികർക്കാണ് വീട് നൽകിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളികളിൽ വെടിക്കെട്ട് ഒഴിവാക്കാനുള്ള ആഹ്വാനം കാതോലിക്ക ബാവ നൽകിയിരുന്നു. ഈ ആഹ്വാനം ഏറ്റെടുത്ത് ആദ്യം വീട് പൂർത്തിയാക്കിയ പള്ളിയാണ് പത്തനംതിട്ട ചന്ദനപ്പള്ളി വലിയ പള്ളി. കടമറ്റം, പുതുപ്പള്ളി അടക്കമുള്ള ഇടവകകളും ആഹ്വാനം ഏറ്റെടുത്ത് വീട് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. 24 പത്തനംതിട്ട. ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച ദോഹയിൽ അവസാനിച്ചു. ചർച്ചയിൽ പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് നാളെ വൈകിട്ട് ടെഹ്റാനിൽ തുടക്കമാവും. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ ആരംഭിക്കാനിരിക്കെയാണ് ദോഹയിൽ വെച്ചു നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ചകളിൽ പുരോഗതിയുണ്ടായതായി ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചത്. ഇറാന്റെ മരവിപ്പിച്ച $600 കോടി ആസ്തിയിൽ ഒരു ഭാഗം വിട്ടുനൽകുന്നതിനായി ചർച്ചയിൽ ധാരണയായതായി ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി വ്യക്തമാക്കി. വെടിനിർത്തൽ കാലയളവിൽ അമേരിക്കയുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ സ്ഥാപിക്കാനും ധാരണയായതായി ഗരീബാബാദി സ്ഥിരീകരിച്ചു. ഈ അടിയന്തര ആശയവിനിമയ സംവിധാനം ഇന്ന് പ്രവർത്തനക്ഷമമാകുമെന്നാണ് വിവരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തുടർ ചർച്ചകൾ ജൂലൈ 9 ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരത്തിനു ശേഷം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യസ്ഥ രാജ്യങ്ങളായ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികൾ വഴിയാണ് ഇറാനും അമേരിക്കയും ദോഹയിൽ പരോക്ഷ ചർച്ചകൾ നടത്തിയത്. ഇറാന്റെ പ്രതിനിധി സംഘത്തെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദിയും അമേരിക്കൻ സംഘത്തെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജറാദ് കഷ്ണറുമാണ് നയിച്ചത്. ഇതിനിടെ ഇറാൻ പരമോന്നത നേതാവായ മുജ്തബ ഖമനയ്ക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് നടത്തിയ വധഭീഷണിക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിഷേധമറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൊല്ലപ്പെട്ട മുൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും ഇറാന്റെ പുതിയ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനൈ പങ്കെടുക്കില്ല. ഇന്ത്യയിലെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള ഹക്കീം ഇലാഹിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുജ്തബയുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് തീരുമാനമെന്നും ഹക്കീം ഇലാഹി. മുജ്തബയ്ക്ക് പുറത്തിറങ്ങി ജനങ്ങളെ കാണണമെന്നുണ്ടെങ്കിലും സുരക്ഷാ കാരണങ്ങൾ മൂലം അത് സാധ്യമല്ലെന്നും ഹക്കീം ഇലാഹി വെളിപ്പെടുത്തി. ഇന്ത്യ ടുഡേക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഹക്കീം ഇലാഹിയുടെ വെളിപ്പെടുത്തൽ. AIADMKയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ തമിഴക വെറ്റുകഴകത്തിൽ ചേർന്നു. 4 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന TVKയിലെത്തി. അണ്ണാ DMK വിട്ടത് ജനങ്ങളുടെ തീരുമാനപ്രകാരമെന്ന് മുതിർന്ന നേതാവ് C. വിജയഭാസ്കർ 24 പറഞ്ഞു. தமிழக வெற்றி கழகத்தில் இணைத்துக் கொள்ளக்கூடிய அந்த அற்புத காட்சி இதோ. മുൻ മന്ത്രിമാരായ C. വിജയഭാസ്കർ, MR വിജയഭാസ്കർ, MSM ആനന്ദ്, C. വളർമതി എന്നിവരും മുൻ MP, MLA മാർ, ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടെ 118 പേരെ മന്ത്രിമാർ ഷാളണിയിച്ച് TVKയിലേക്ക് സ്വീകരിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകരും മഹാസമ്മേളനത്തിന്റെ ഭാഗമായി.
200 ബസ്സുകളിലായാണ് AIADMK പ്രവർത്തകർ വിവിധയിടങ്ങളിൽ നിന്ന് മഹാബലിപുരത്ത് എത്തിയത്. മണ്ഡലത്തിലെ ജനങ്ങളുടെ തീരുമാനപ്രകാരമാണ് പാർട്ടി വിട്ട് TVKയിൽ എത്തിയതെന്ന് C. விஜயபாஸ்கர் 24 புதுக்கோட்டை மாவட்டத்தில் குறிப்பாக விராலிமலை சட்டமன்ற தொகுதியில் மக்கள் முடிவு தான் என் முடிவு நான் ஏற்கனவே அறிவிச்சிட்டேன். இது ஒரு நாளிலே 2 நாளில் எடுத்த முடிவு அல்ல. ஒட்டுமொத்த மக்களுடைய உணர்வுக்கு மதிப்பளித்து எனக்கு வாக்களித்த மக்களுடைய கருத்துக்கு முக்கியத்துவம் கொடுத்து TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ്, KA സെങ്കോട്ടയ്യൻ, ആദവ് അർജുന, KG അരുൺരാജ് തുടങ്ങി 13 മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ AIADMK നേതാക്കൾ TVKയിൽ ചേരുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് പറഞ്ഞതുപോലെ വിസിൽ പുരക്ഷി, അതായത് വിസിൽ വിപ്ലവം തുടരുകയാണ് തമിഴ്നാട്ടിൽ. രാഷ്ട്രീയ മാറ്റങ്ങൾ ഏറെ ഇതിനകം തന്നെ കണ്ടുകഴിഞ്ഞു. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം മഹാബലിപുരത്ത് നിന്ന് മനേഷ് മൂർത്തി, 24. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. ഇനി ലോക ഫുട്ബോൾ വിശേഷങ്ങളുമായി ഗോൾക്കാനോയാണ് പ്രജിൻ സി കണ്ണൻ.